ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശേഷത്തിലേക്കാണ്. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് തലസ്ഥാനത്തെത്തും. പ്രതിപക്ഷ നേതാവിന്റെ പൊതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാഹുൽ ഗാന്ധിയുടെ വരവിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അതിവേഗത്തിൽ പൂർത്തിയാക്കാനാണ് കോൺഗ്രസിൽ നീക്കം. പ്രാദേശിക ഘടകങ്ങളിലെ തർക്കം ചർച്ച ചെയ്ത് പരിഹരിക്കും. അൻഫിലിറ്റ് ചേരുന്നുണ്ട്. അൻഫിലിറ്റ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഏകദേശം ഒരു മാസത്തോളം നീണ്ടുനിന്ന പൊതുയുഗ യാത്രയ്ക്ക് ഇന്ന് സമാപനം കുറിക്കുകയാണ്. അതിനേക്കാൾ ഉപരി ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. ആ ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി തന്നെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. രാഷ്ട്രീയപരമായി വളരെ നിർണായകമായിട്ടുള്ള അവസാന സമാപന സമ്മേളനം കൂടിയാണ്. എന്തായാലും പരമാവധി കളറാക്കാൻ തന്നെയായിരിക്കുമല്ലോ UDFും കോൺഗ്രസും ശ്രമിക്കുക. ഗുഡ് മോർണിംഗ്. ലിജിൻ പറഞ്ഞതുപോലെ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. വലിയ ആഘോഷ പരിപാടിയാക്കി മാറ്റുകയാണ് UDF തലസ്ഥാനത്ത് ഇന്ന്. കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച പുതുയുഗ യാത്ര, അത് ഒരു മാസത്തോളം നീണ്ടുനിന്ന കാസർഗോഡ് മുതൽ ആരംഭിച്ച ആ പുതുയുഗ യാത്രയുടെ സമാപനമാണ് ഇന്ന് തലസ്ഥാന ജില്ലയിൽ. അത് വലിയ രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഇവിടെ എത്തുന്നു. അദ്ദേഹം സമാപന സമ്മേളനം വൈകിട്ട് പുത്തരിക്കണ്ട മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇന്ന് 2 ദിവസം മുമ്പ് തന്നെ ഈ സമാപന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ നേതാക്കന്മാർ, തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ച നേതാക്കന്മാരുടെ മുന്നൊരുക്കങ്ങളും ഒക്കെ നേരിട്ട് വിലയിരുത്തുന്നു. തിരുവനന്തപുരം DCC അധ്യക്ഷനായ N ശക്തൻ അതിന്റെ ചുമതല, അതായത് പുത്തരിക്കണ്ടത്തെ അതിന്റെ പരിപാടികളുടെയൊക്കെ ചുമതല അദ്ദേഹത്തിന് തന്നെയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി പ്രതിപക്ഷ നേതാവ് പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തി നേരിട്ട് സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തുന്നു. മാധ്യമപ്രവർത്തകരുമായി അദ്ദേഹം പ്രതികരണമൊക്കെ നൽകുന്നു. അതായത് വലിയ ഒരുക്കങ്ങളാണ് പ്രതിപക്ഷ നേതാവിന്റെ യാത്രയുടെ സമാപനം. കാരണം ഈ യാത്രയുടെ സമാപനം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് അംഗത്തിലേക്ക് UDF കളത്തിലിറങ്ങുകയാണ്. ഇന്ന് മുതൽ ഈ പ്രചാരണത്തിനായി തുടക്കം കുറിക്കുന്നു. എല്ലാ രീതിയിലും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന 1-2 ദിവസം വൈകുമെങ്കിലും, അത് വിജ്ഞാപനം വന്നതിന്റെ തൊട്ട് പിന്നാലെ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് തലേന്നോ എന്ന രീതിയിലായിരിക്കും പ്രഖ്യാപനമെങ്കിലും, ധാരണയായ സ്ഥലങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കളത്തിൽ ഇറങ്ങാനായി സ്ഥാനാർത്ഥികളോട് ഉറപ്പുള്ള പ്രത്യേകിച്ച് 1ാം ഘട്ടത്തിൽ 40ഓളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തന്നെയാണ്. കാരണം അതിനകത്ത് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് പട്ടിക. സ്ക്രീനിംഗ് കമ്മിറ്റി അത് 1-2 ദിവസത്തിനുള്ളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും. അപ്പോൾ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് പ്രമുഖരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ കളത്തിലാണ് എന്നത്. അവരെയൊക്കെ തന്നെയും നേരിട്ട് പ്രചാരണ ഗോതയിലേക്ക് ഇറങ്ങാനായി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അവരോട് ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും UDF സജ്ജമാവുകയാണ്. ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചകളൊക്കെ ഏറെക്കുറെ 1-2 ദിവസത്തിനുള്ളിൽ പൂർത്തിയായി UDF പൂർണ്ണമായും കളത്തിലിറങ്ങുകയാണ്. കാരണം UDF ഇക്കുറി ചരിത്രം തിരുത്തി കുറിക്കുന്നു. കാരണം എന്തായാലും ഒരു ഭരണ മാറ്റം ഉറപ്പിച്ചിരിക്കുകയാണ്. അതാണ്